ഓക്കെ, ഫോളോ ഓൺ പബ്ലിക് ഓഫർ ആണ് FPO. FPO സ്റ്റാൻഡ്സ് ഫോർ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഓർ ഫർദർ പബ്ലിക് ഓഫർ എന്നുള്ളതാണ്. ഇവിടെ FPO എന്ന് പറയുന്നത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഓർ ഫർദർ പബ്ലിക് ഓഫർ എന്നുള്ളതാണ്. ഫോളോ ഓൺ പബ്ലിക് ഓഫർ refers to the additional second or subsequent public issue of securities by a listed company for raising additional fund for massive growth and expansion ആണ്. അപ്പോൾ അത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. മാസീവ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അത് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ ഫോളോ ഓൺ പബ്ലിക് ഇവിടെ ഫോളോ ഓൺ പബ്ലിക് ഓഫർ refers to the additional public issue ആണ്. Securities by a listed company for the raising additional fund for massive growth and expansion ആണ് ഈ follow on public offer എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. It is an issuance of securities subsequent to the company initial public offering ആണ്. അപ്പം FPO എന്ന് പറഞ്ഞാൽ ഫർദർ ആയിട്ട് വരുന്ന ഇഷ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോളോ ഓൺ പബ്ലിക് ഓഫർ ക്യാൻ ബി എയ്തർ ഡൈല്യൂട്ടീവ് ഓർ നോൺ ഡൈല്യൂട്ടീവ് ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഡൈല്യൂട്ടീവ് എന്നും നോൺ ഡൈല്യൂട്ടീവ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയാം രണ്ട് കേസാണ് വരുന്നത്. ഇപ്പോൾ ഡൈല്യൂട്ടീവ് ഉണ്ട്, നോൺ ഡൈ. അപ്പോൾ ഇവിടെ നമുക്ക് അതിനകത്ത് ഡൈല്യൂട്ടീവ് എന്താണെന്ന് പറയാം. ഇൻ ഡൈല്യൂട്ടീവ് ഓഫറിംഗ് ദ പ്രോസസ് ഓഫ് പവേഴ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ഡൈല്യൂട്ടഡ് ഉണ്ടോ. അപ്പോൾ ഡൈല്യൂട്ടീവിനകത്ത് പറയുന്നത് ദ പവേഴ്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവർ എന്ത് ചെയ്യണം, അവിടെ ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അത് നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാൻ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പം എന്ത് ചെയ്യുന്നു, ഡൈല്യൂട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവർ എന്ത് ചെയ്യുന്നു, ഡൈല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഡിസൈഡ് ടു ഇൻക്രീസ് ദ ഷെയർ ഫ്ലോട്ട് ആൻഡ് സെൽ മോർ ഇക്വിറ്റി ഷെയർസ് ടു ജനറൽ പബ്ലിക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഡിസൈഡ് ടു ഇൻക്രീസ് ദ ഷെയർ ഫ്ലോട്ട് ആൻഡ് സെൽ മോർ ഇക്വിറ്റി ഷെയർസ് ടു ജനറൽ പബ്ലിക്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവർ ഡൈല്യൂട്ട് ചെയ്തിട്ട് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത് ഇൻക്രീസ് ദ ഷെയർ ഫ്ലോട്ട് ആൻഡ് സെൽ മോർ ഇക്വിറ്റി ഷെയർസ് ടു ജനറൽ പബ്ലിക്. ദ പ്രൊസീഡ്സ് റിയലൈസ്ഡ് ഫ്രം സച്ച് ഓഫറിംഗ് ക്യാൻ എയ്തർ ബി യൂസ്ഡ് ഫോർ സെറ്റിലിംഗ് എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഓർ യൂസ്ഡ് ഫോർ ഫർദർ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഈ പ്രോസസ് നടക്കുന്നത് റിയലൈസ് ചെയ്യുന്നവർ ചെയ്യുന്നത് സച്ച് ഓഫറിംഗ് ക്യാൻ എയ്തർ ബി യൂസ്ഡ് ഫോർ സെറ്റിലിംഗ് എക്സിസ്റ്റിംഗ് ഡെപ്റ്റ്. നിലവിലുള്ള ഡെപ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ്. Okay, realized from such offering can be either be used for settling existing debt or used for further expansion and growth ആണ് ഡൈല്യൂട്ട്. അപ്പോൾ ഡൈല്യൂട്ടീവ് സിമ്പിളായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഏതാണ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒഴിവാക്കുന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് അടുത്ത നോൺ ഡൈല്യൂട്ടീവ് ആണേ. നോൺ ഡൈല്യൂട്ടീവ് ടൈപ്പ് ഓഫ് ഫോളോ ഓൺ ഓഫറിംഗ് പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർസ് ആർ ഓഫേർഡ് ഫോർ സെയിൽ ആണ്. അപ്പോൾ എന്താണ് നോൺ ഡൈല്യൂട്ടീവ് ടൈപ്പ് ഓഫ് ഫോളോ ഓൺ ഓഫറിംഗ് പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത് ഫോർ സെയിൽ ബൈ കമ്പനി ഡയറക്ടേഴ്സ് ഓർ അതർ ഇൻസൈഡേഴ്സ് ഹു മേ ലുക്കിംഗ് ടു ഡൈവേഴ്സിഫൈ ദെയർ ഹോൾഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നോൺ ഡൈല്യൂട്ടീവ് ടൈപ്പ് ഓഫ് ഫോളോ ഓൺ ഓഫറിംഗ് പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർസ് ആണ് ആർ ഓഫേർഡ് ഫോർ സെയിൽ. പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർ ഓഫർ ഫോർ സെയിലോ ബൈ എ കമ്പനി ഡയറക്ടേഴ്സ് ഓർ അതർ ഇൻസൈഡേഴ്സ്, കമ്പനി ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിക്കകത്തുള്ള ഇൻസൈഡേഴ്സിനോ ഹു മേ ബി ലുക്കിംഗ് ടു ഡൈവേഴ്സിഫൈ ദെയർ ഹോൾഡിങ്സ് ആണ്. ഇൻ നോൺ ഡൈല്യൂട്ടീവ് ഓഫറിംഗ് നോ ന്യൂ ഷെയർസ് ആർ ക്രിയേറ്റഡ്. അപ്പം നോൺ ഡൈല്യൂട്ടീവ് ഓപ്പണിങ്ങിനകത്ത് എന്തില്ല, നോ ന്യൂ ഷെയർസ് ആർ ക്രിയേറ്റഡ് ആൻഡ് സച്ച് ഓഫറിംഗ് ആർ നോട്ട് ഡൈല്യൂട്ടിങ് their rights of existing shareholders. അപ്പോൾ അവിടെ അത് ശ്രദ്ധിച്ചോണേ. അതാണ് നോൺ ഡൈല്യൂട്ടീവ് ഓഫറിങ്ങിനകത്ത് നോ ന്യൂ ഷെയർസ് ആർ ക്രിയേറ്റഡ്, പുതിയ ഷെയർസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ആർ നോട്ട് ഡൈല്യൂട്ടിങ് ദ റൈറ്റ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ത് ചെയ്യുന്നുമില്ല, ഡൈല്യൂട്ട് ചെയ്യുന്നതുമില്ല. ഇൻ ദിസ് ടൈപ്പ് പ്രൊസീഡ്സ് ഫ്രം ദ സെയിൽ ഡു നോട്ട് ബെനിഫിറ്റ് ദ കമ്പനി ഇൻ എനി വേ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രൊസീഡ്സ്, അതായത് നോൺ ഡൈല്യൂട്ടീവ് ആയിട്ടുള്ള ഇഷ്യൂ ഒരിക്കലും എന്തല്ല, കമ്പനിക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റും കമ്പനിക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ഡിഫറൻസ് ആണ്. IPOയും FPOയും തമ്മിലുള്ള ഡിഫറൻസ്. മീനിങ് വൈസ് നോക്കി, ഫസ്റ്റ് പബ്ലിക് ഓഫ് securities by a company
followed by listing on stock exchange is known as initial public offering. Clear ആയോ? ഫസ്റ്റ് പബ്ലിക് ഓഫറിംഗ് ആണ്. കണ്ടോ? ഫസ്റ്റ് പബ്ലിക് ഓഫറിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ എ കമ്പനി ഫോളോഡ് ബൈ ലിസ്റ്റിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ ഫസ്റ്റിലെ പബ്ലിക്കിൽ എന്ത് ചെയ്യാണ്? ഓഫർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? കമ്പനിയുടെ ഷെയർ എവിടെ ലിസ്റ്റ് ചെയ്യാനാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ IPO നടത്തുന്നത് എന്നുള്ളത് പറയാം. എന്നാൽ FPO എന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ refers to additional public issue of securities by listed company for raising additional fund ആണ്. ഇവിടെ FPO പറയുന്നത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ ആണ്. ഫോളോ ഓൺ പബ്ലിക് ഓഫർ ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഫോർ ദ അഡീഷണൽ പബ്ലിക് ഇഷ്യൂ, അഡീഷണൽ ആയിട്ട് പബ്ലിക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുകയാണ് സെക്യൂരിറ്റീസ് ബൈ ലിസ്റ്റഡ് കമ്പനി, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഷെയറുകളാണ്. ഫോർ റേസിംഗ് അഡീഷണൽ ഫണ്ടാണ്. ഓക്കെ, അതാണ്. പിന്നെ ടൈപ്പ് ഓഫ് ഇഷ്യൂ ബേസ് നോക്കുകയാണെങ്കിൽ IPO എന്ന് പറയുന്നത് ഫസ്റ്റ് പബ്ലിക് ഇഷ്യൂ ആണ്. എന്നാൽ FPO എന്ന് പറഞ്ഞാൽ സബ്സിക്വൻറ്റ് പബ്ലിക് ഇഷ്യൂ ആണ്. ഇഷ്യൂറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ IPO എന്ന് പറഞ്ഞാൽ അൺലിസ്റ്റഡ് കമ്പനികളാണ് IPO നടത്തുന്നത്. FPO എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണ്. അടുത്ത ഒബ്ജക്റ്റീവ് വൈസ് നോക്കുകയാണെങ്കിൽ റേസിംഗ് ഇനിഷ്യൽ ക്യാപിറ്റലാണ്. നമുക്ക് IPOയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ക്യാപിറ്റൽ, തുടക്കത്തിലുള്ള ക്യാപിറ്റൽ റേസ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ റിസ്ക് ഇൻവോൾവ് വളരെ ഹൈ ആണ്. അതിനുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് IPOയിൽ. എന്നാൽ FPOയിൽ എന്ന് പറഞ്ഞാൽ റിസ്ക് കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഓക്കെ, അടുത്തത് ഓഫർ ഫോർ സെയിലാണ്. ഇവിടെ അടുത്തത് നമ്മൾ പറയുന്നത് ഓഫർ ഫോർ സെയിലാണ്. ഓഫർ ഫോർ സെയിലില് അണ്ടർ ദിസ് മെത്തേഡ് ഫസ്റ്റ്ലി ന്യൂ സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ടു ആൻ ഇന്റർമീഡിയറി ആണ്. അപ്പം ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി ന്യൂ സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ഫോർ ആണ്. ഫസ്റ്റ്ലി ന്യൂ സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ടു ആൻ ഇന്റർമീഡിയറീസ് നെയിംലി ഫേംസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അറ്റ് ഫിക്സഡ് പ്രൈസ് ആണ്. ഓക്കെ, ഓഫർ ഫോർ സെയിൽ ശ്രദ്ധിച്ചോണം. അണ്ടർ ദിസ് മെത്തേഡ് ഫസ്റ്റ്ലി ദ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ടു ആൻ ഇന്റർമീഡിയറി ആണ്. അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്ന ആർക്കാണ്? ഇന്റർമീഡിയറ്റുകൾക്കാണ്. നെയിംലി ഫേമുകൾ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അവർക്കൊക്കെ ഒരു ഫിക്സഡ് പ്രൈസിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഓഫർ ഫോർ സെയിൽ. ദേ ഫർദർ റീസെൽ ദ സെയിം ടു ദ ജനറൽ പബ്ലിക് അറ്റ് എ ഹയർ പ്രൈസ്. അപ്പോൾ നമ്മൾ ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫേമിനോ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പം ഞാനൊരു കമ്പനി ഉണ്ടെങ്കിൽ ഞാനങ്ങ് സെയിൽ ചെയ്യുകയാണ്. ആ കമ്പനി, ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? റീസെൽ ചെയ്യും. ജനറൽ പബ്ലിക്കിന് അവരാണ് എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ആ ഷെയർ 110 രൂപ വെച്ച് എന്ത് ചെയ്യാണ്? ഹയർ പ്രൈസിന് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്. അതാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെക്കാനിസം to transfer and distribute ownership of company from the promoters or institution to other investors in the stock market. ഇതൊരു മെക്കാനിസമാണ്. ട്രാൻസ്ഫർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി ഫ്രം ദ പ്രൊമോട്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അതർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതൊരു വേറൊരു തരത്തിലുള്ള മെക്കാനിസമാണ്. ട്രാൻസ്ഫർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓണർഷിപ്പാണ്. നമ്മുടെ ഓണർഷിപ്പ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. കമ്പനി ഫ്രം ദ പ്രൊമോട്ടേഴ്സ്, അതായത് നമ്മുടെ ഇപ്പോഴുള്ള കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ നമ്മൾ അതർ ഇൻവെസ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാണ്? സ്റ്റോക്ക് മാർക്കറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുന്നൊരു മെക്കാനിസമാണ്. ആൻഡ് OFO, ഓഫർ ഫോർ സെയിൽ, ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ബൈ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളാണ്, വിച്ച് ഈസ് അപ്പോയിൻറ്റഡ് ആൻഡ് സെല്ലിംഗ് ഏജൻറ്റ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് യൂഷ്വലി ക്യാരിഡ് ഔട്ട്, സർവ്വസാധാരണയായി നടത്തുന്നത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളുണ്ട്. അങ്ങനെ നിക്ഷേപ ബാങ്കുകളാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത്? സാറിനെ നടത്തുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് വിച്ച് അപ്പോയിൻറ്റഡ് ആൻഡ് സെല്ലിംഗ് ഏജൻറ്റ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യം ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.